പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായിട്ടുള്ള അറിയിപ്പാണ്. പ്രത്യേകിച്ച് നാളെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ചെറിയ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഈ മാസം 2 മാസത്തെ പെൻഷൻ തുക ലഭിക്കുമെന്ന് നമ്മുടെ ഇൻഫോ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം തന്നെ എത്തിച്ചത് നമ്മളാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന ഒരു വിവരം നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പേജ് വഴി പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു തുകയുടെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ തുക വിതരണം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ DBTCL അധികൃതരുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം കൂടി ഡിലേ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ഇത് പ്രകാരം ഒരു വോയിസ് ക്ലിപ്പുണ്ട്. ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആദ്യമേ ഒന്ന് കേൾക്കുക. DBTCL അല്ലേ? അതെ. ക്ഷേമ പെൻഷന്റെ വിതരണം എന്നോടാണ്. പേരെന്താണ്? ഷാൻ എന്ന് പറയും. എവിടുന്നാ വിളിക്കുന്നത്? ആലപ്പുഴ. മറ്റന്നാളായിരിക്കും. നാളെയോ മറ്റന്നാളോ ആയിരിക്കും. മറ്റന്നാളോട്ടാ അല്ലേ? വെള്ളിയാഴ്ചയോട് കൊടുക്കൂന്നല്ലായിരുന്നോ സാധാരണ പറഞ്ഞിരുന്നേ? എന്താ? വെള്ളിയാഴ്ചയോട് കൊടുക്കൂന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? അപ്പൊ 2 മാസത്തെ തുകയാണല്ലേ? ഓക്കെ എന്നറിയാൻ വേണ്ടിയായിരുന്നു കേട്ടാ. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നാളെയോട് കൂടിയാണ് വിതരണം ചെയ്യേണ്ടത്. ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസത്തേക്ക് പെൻഷൻ തുക വിതരണം ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ടോ വിതരണം ചെയ്ത് തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ് DBTCL അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ഇനി അങ്ങോട്ടുള്ള സമയത്ത് ബഡ്ജറ്റ് വരികയാണ്. നമ്മുടെ നിയമസഭയിൽ നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റ് വരുന്നു. ഈ ബഡ്ജറ്റ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവ് ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ഒരു 1700 അല്ലെങ്കിൽ 1800 രൂപയിലേക്ക് വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക അടുത്ത 5 വർഷം കൊണ്ട് 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നാളിതുവരെയായും യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, തുകയിൽ വർധനവ് പേരിന് പോലും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ എന്തുതന്നെയായാലും ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും. 1700 1800 രൂപയിലേക്ക് ഈ ഒരു ബഡ്ജറ്റിൽ അറിയിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.